മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, n/2th ഐറ്റമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ ഒരു സംഗതി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതല്ല പരിഗണിക്കുന്നത്, നോട്ട് ദിസ്, ഇറ്റ് ഈസ് എന്താണ് കൺസിഡേർഡ്. അത് കണ്ടതിന് ശേഷം നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദി എക്സാക്ട് വാല്യൂ ഓഫ് ദി മീഡിയൻ. കാര്യം കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രത്യേകത എന്താണ്? 0 to 10, 10 to 20, 20 to 30 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് വരിക, സീരീസ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് എവിടെയാണ് മീഡിയൻ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണിത്. ഓക്കെ, മീഡിയൻ ഈക്വൽ ടു L + n/2 - CF എന്താണ് ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു ഐ. എൽ എന്ന് വെച്ചാൽ ലോവർ ലിമിറ്റാണ്, ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റാണ്. പിന്നെന്താണ് CF എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് പ്രൊസീഡിങ് ടു ദ എന്താണ് എമൗണ്ട്, അതായത് നമ്മൾ കണ്ടെത്തിയ മീഡിയൻ എവിടെയാണെന്ന് കണ്ടെത്തിയ ഇൻ്റർവെല്ലിൻ്റെ ജസ്റ്റ് പ്രൊസീഡിങ് ആയിട്ട് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എടുക്കേണ്ടത്. അത് നമ്മൾ കണക്ക് ചെയ്യുന്ന നേരത്ത് മനസ്സിലാവും. പിന്നെ എന്താണ് ഇത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന് നേരെ വരുന്ന ഫ്രീക്വൻസിയാണ്. ഐ എന്ന് വെച്ചാൽ എന്താണ് ക്ലാസ് ഇൻ്റർവെല്ലാണ്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്സ് ടു ഫസ്റ്റ് എന്താണ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു അസർട്ടൈൻ എന്താണ് n/2th ഐറ്റം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ് n/2th ഐറ്റം അസർട്ടൈൻ ചെയ്യലാണ്. അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദി മീഡിയൻ ക്ലാസ്. അത് എന്നിട്ട് n/2th കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ മീഡിയൻ ക്ലാസ്. ഏത് ക്ലാസ്സിലാണ് മീഡിയൻ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതൊക്കെ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നോക്കാം. ദെൻ ഫൈൻഡ് ദീസ് വാല്യൂസ്. ഈ വാല്യൂസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് ഇതാണ് യു ഹാവ് ടു അപ്ലൈ ദിസ് ഫോർമുല ടു ഗെറ്റ് ദി എക്സാക്ട് മീഡിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ കണക്കിലേക്ക് കടക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലേ. 10 ആണ് ക്ലാസ് ഇൻ്റർവെല്ലായി വരുന്നത്. 0 to 10, 10 to 20 വെച്ചിട്ട് എന്താണ് 70 to 80 വരെയാണ് ക്ലാസ്സസ് പോകുന്നത്. അതിൻ്റെ അടുത്ത് എന്താണ് ദേ ഹാവ് ഗിവൺ ദ ഫ്രീക്വൻസീസ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദി മീഡിയൻ. ഓക്കെ, ഇൻ ദിസ് കണ്ടിന്യൂസ് സീരീസ്. ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മീഡിയൻ കാണണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എന്താണ് ആദ്യം തന്നെ ഇതിൻ്റെ കണ്ടിന്യൂസ് സീരീസിൻ്റെ എന്താണ് ഈ ക്ലാസ് ഇൻ്റർവെൽസ് ഇങ്ങനെ എഴുതി വെക്കുക, ഫ്രീക്വൻസീസ് എഴുതി വെക്കുക. ഓക്കെ, ഫ്രീക്വൻസീസ് കൃത്യമാണ്. അപ്പോൾ ഇതിൽ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എന്ന് എഴുതുന്ന കാര്യം ഇത് ഓൾറെഡി എന്താണ് ഇത് കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് എന്താണ് അത് അധികം അസെൻഡിങ്ങിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് വരാൻ ചാൻസ്. അതിൻ്റെ അടുത്ത് ഫ്രീക്വൻസീസ് എഴുതുക, എന്നിട്ട് വേണം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എഴുതാൻ. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിൽ ലാസ്റ്റ് വരുന്ന എന്താണ് ഇതിൻ്റെ ടോട്ടൽ തന്നെയാണ്. അപ്പോൾ അതാണ് എന്ത് n ആയിട്ട് വരുന്നത്. ഇനി നമ്മളിവിടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മീഡിയൻ്റെ ഫോർമുല എഴുതുക. അപ്പോൾ ഈ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n/2th ഐറ്റമാണ്. n/2th ഐറ്റമാണ്. ഓക്കെ, സൈസ് ഓഫ് n/2th ഐറ്റമാണ്. നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലും ഇൻഡിവിജ്വൽ സീരീസിലും കണ്ടത് സൈസ് ഓഫ് n + 1/2th ഐറ്റമാണ്. ഇവിടെ മാത്രം ഡിഫറൻസ് ഉണ്ട്, n/2th ഐറ്റമാണ് കാണേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് n ഹിയർ? സൈസ് ഓഫ് n എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? n ഈസ് അറൗണ്ട് 125 അല്ലേ. n 125 ആണ്. അപ്പോൾ 125 ഡിവൈഡഡ് ബൈ 2th ഐറ്റം വിച്ച് വിൽ ബി സൈസ് ഓഫ് 62.5. അതായത് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 62.5. ആ ഒരു ഐറ്റത്തിലാണ് കിടക്കുന്നത്. അത് ഇവിടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്ലോസസ്റ്റ് സംഖ്യ ഏതാണ്? ഈ 62.5 ഏതിനോടാണ് കൂടുതൽ അടുപ്പുള്ളത്? 62. അതായത് നോക്കിക്കഴിഞ്ഞാൽ 76 - 62.5 എത്ര ഡിഫറൻസ് ഉള്ളത്? 13.5. അപ്പോൾ വേറെ ഒരു സംഖ്യ ആയിട്ടും നോക്കിക്കഴിഞ്ഞാലും എന്താണ് അത്രയ്ക്കും അടുപ്പുള്ളൊരു സംഖ്യ ഇല്ല അല്ലേ. അപ്പോൾ ഇതാണ് ഏറ്റവും അടുപ്പുള്ളത്. ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അടുപ്പുള്ളത് ഇതാണ്. അപ്പോൾ എന്താണ് ഈ സംഖ്യ ഏറ്റവും അടുപ്പുള്ളത് എന്താണ് ഇതുമായിട്ടാണ്. അപ്പോൾ ഇതാണ് എന്ത് ഇവിടെയാണ് മീൻ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ മീൻ ലൈസ് ഇൻ ദിസ് കാറ്റഗറി. അപ്പോൾ എന്താണ് അണ്ടർ ദിസ് ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ്സിനുള്ളിലാണ് എന്ത് മീൻ കിടക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദി എക്സാക്ട് എമൗണ്ട് ഓഫ് മീൻ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ മീനിൻ്റെ എക്സാക്ട് എമൗണ്ട് കാണണം. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ടായിരുന്നു അല്ലേ. മീഡിയൻ ഈക്വൽ ടു L + n ഡിവൈഡഡ് ബൈ 2 മൈനസ് CF ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാണണം. അപ്പോൾ ഇത് കാണുന്ന നേരത്ത് ഇത് ഓരോ ഈ സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ L എന്താ വരുന്നത്? ഈ L എന്താ വരുന്നത്? L ഇസ് ദ ലോവർ ക്ലാസ് ഇൻ്റർവെലാണ്.
അപ്പോൾ ഈ ഗ്രൂപ്പിലല്ല എന്ത് കിടക്കണത്, ഈ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് മീഡിയൻ കിടക്കുന്നത്. മീഡിയൻ ലൈസ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസ്. ഇതിൽ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവൽ ഏതാണ്? മനസ്സിലായില്ലേ? ഈ 30 ആണ് എന്ത് L ആയിട്ട് കണക്കുന്നത്. അപ്പോൾ എന്താണ് L ഈക്വൽ ടു 30. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? n ഡിവൈഡഡ് ബൈ 2 എത്ര? വി ഹാവ് ഓൾറെഡി ഗോട്ട് n ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 62.5. ഓക്കെ, ഇനി നമുക്ക് CF വേണം. CF ഈക്വൽ ടു എന്താണ്? ദി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് പ്രൊസീഡിങ് ടു ദി റെലവൻറ്റ് മീഡിയൻ. ഓക്കെ, അല്ലെങ്കിൽ റെലവൻറ്റ് ക്ലാസ്. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ ഇതാണ് റെലവൻറ്റ് ക്ലാസ് അല്ലേ ഇവിടുത്തെ, ഇതിലാണ് മീഡിയൻ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് പ്രൊസീഡിങ്. അപ്പോൾ ഇതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. നമ്മൾ ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. എത്ര ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്? 40 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് എഫ് വേണം. പിന്നെന്ത് വേണം? ഐയും വേണം. അപ്പോൾ എഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്താണ്? ഈ കാണുന്നത്, അതായത് അത് ഈ എഫിൻ്റെ ഇതാണ് നമ്മൾ എഫിൻ്റെ കോളം. ഓക്കെ, ഇതാണ് എന്ത് എഫിൻ്റെ കോളം വരുന്നത്. അപ്പോൾ ഇത് തന്നെ എന്താ എടുത്താൽ മതി? ഇതാണ് എഫ് ആയിട്ട് വരുന്നത്. ഇതിന് നേരെ വരുന്ന ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാത്രം തൊട്ട് മുകളിലുള്ള എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐ എന്താണ്? ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 10 അല്ലേ? അത് നോക്കൂ, ഓരോ നോക്കൂ, 30, 40, അതായത് 0 to 10 തുടങ്ങുന്നത്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 എന്താണ് ക്ലാസ് ഇൻ്റർവെലാണിത്. എന്ത്? ഐ ഈക്വൽ ടു 10. അപ്പോൾ നമ്മളിവിടെ ഈ മീഡിയൻ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളെന്താണ് ഇത് ആദ്യം തന്നെ നിങ്ങളിത് എഴുതി വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇവിടെ എഴുതുക? മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n ഡിവൈഡഡ് ബൈ 2 മൈനസ് CF ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ L എത്ര നമുക്ക് കിട്ടിയത്? 30 പ്ലസ് n ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 62.5. 62.5 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് നമ്മളിവിടെ കണ്ടെത്തിയത്? 40 ഡിവൈഡഡ് ബൈ എഫ് എത്രയാണ്? എഫ് വരുന്നത് 36 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 10. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത് മൈനസ് ചെയ്തിട്ട് ഇതിനോട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക, എന്നിട്ട് എന്താണ് ആഡ് ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ട പണി ആദ്യം ഇത് രണ്ടും 30 പ്ലസ് ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 22.5 വരും. ഓക്കെ, ഇത് മൈനസ് ചെയ്യുന്ന നേരത്ത് വരുന്നതാണ് 22.5. 22.5നെ ഈ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 22.5 ഡിവൈഡ് ബൈ 36 എത്ര വന്നിരിക്കുന്നത്? 0.625. ഈ 0.625നെ എന്തുകൊണ്ട് എന്നിട്ട് ഇൻറ്റു ചെയ്യുക? ഈ 0.625നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 0.625നെ ഇൻറ്റു 100 അല്ല, സോറി, 0.625 ഇൻറ്റു 10 6.25 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് 30 പ്ലസ് 6.25. അപ്പോൾ എത്ര വന്ന്? 36.25 ഇസ് ദ വാല്യൂ ഓഫ് എന്താണ്? മീഡിയൻ്റെ വാല്യൂ എത്രയാണ്? 36.25. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് 5 to 9, 10 to 15, 15 to 19, 20. അപ്പോൾ ഇത് എന്ത് സീരീസാണ് അത്? ദീസ് ആർ എക്സ്ക്ലൂസീവ് സീരീസ് അല്ലേ? നമ്മളത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചത് കൊണ്ട് അതിലെന്താ പറയുന്നുണ്ട് ഈ സീരീസിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പോയി റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചാപ്റ്ററിന് ഇപ്പോൾ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഇറ്റ് ഹാസ് റെലവൻസ്, അതിന് റെലവൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ത് ടൈപ്പ് സീരീസാണെന്നുള്ളത് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഭാഗ്യത്തിന്, നമ്മളത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങളിതൊന്ന് നോക്കുക. അപ്പോൾ ഇതെന്താണ്? ഇത് ദീസ് ആർ എക്സ്ക്ലൂസീവ്, ഇൻക്ലൂസീവ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീഡിയൻ എങ്ങനെ കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീഡിയൻ എങ്ങനെ ഇവിടെ ഇവർ കണ്ടിരിക്കുന്നത്? ദേ ഹാവ് കൺവേർട്ടഡ് ദിസ് സീരീസ് ഇൻ ടു ആൻ എന്താണ് ഇൻക്ലൂസീവ് സീരീസ്. ഇവർ ഇൻക്ലൂസീവ് സീരീസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്രീക്വൻസീസ് ഇവിടെ എഴുതി വെച്ചു, ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി വെച്ചു. ഇതാണ് എന്ത് n ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്താണ് നോർമലി നമ്മൾ ഈ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണോ നമ്മൾ മീഡിയൻ കാണുന്നത് അതേ ഇക്വേഷൻ വെച്ച് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് വെച്ചിട്ട് അതേപോലെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് നോക്കുക. ഞാനിപ്പോൾ നിങ്ങളിതൊന്ന് നോക്കിയിട്ട്
നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ഇതൊന്ന് പോസ് അടിച്ച് വെച്ചാൽ മതി. പോസ് അടിച്ച് വെച്ചിട്ട് നോക്കിയാൽ മതി. ഇത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേജ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ എക്സ്ക്ലൂസീവ് സീരീസ് കൊടുത്തിട്ട് എന്താണ് അതിനെ ഇൻക്ലൂസീവായി കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ഇൻക്ലൂസീവായി കൺവേർട്ട് ചെയ്യാന്നുള്ളത് ചോദിക്കരുത്. കാര്യം നിങ്ങൾ എല്ലാവരും ഓൾറെഡി എന്താണ് അത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എഴുതിയിട്ട്. ഓക്കെ, അത് നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തത് കൊണ്ട് നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് എന്ത് മനസ്സിലായി, ഈ ടേബിൾസിൻ്റെ ഫോർമുല ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ അത് റെലവൻസ് ഇല്ലെങ്കിൽ പോലും എന്താണ് നമ്മൾ എടുത്തത് കൊണ്ട് അതൊരിപ്പോൾ ഇവിടെ ഒരു ഉപകാരപ്പെട്ടു എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇഫ് യു ആർ ഗിവൺ എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നെങ്കിൽ <10, <20, <30, <40, <50, അതിൻ്റെയൊക്കെ ഫ്രീക്വൻസീസ് നിന്നിട്ട് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി മീഡിയൻ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് എന്നാണ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ നമുക്കിത് മെല്ലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് <10 എന്നുള്ളത് ഇതിന് നമ്മളൊരു ഈ സീരീസ് ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് <10, <20, <30, <40, <50. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് പോസ് അടിച്ച് വെച്ചിട്ട് എഴുതുക. ഇതൊന്ന് പോസ് അടിച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് ഞാൻ അങ്ങനെ വെക്കാം. നിങ്ങളൊന്ന് പോസ് അടിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷൻ എഴുതുക. സൊല്യൂഷൻ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാല്യൂസ് എഴുതുക, പിന്നെ ഫ്രീക്വൻസീസ് എഴുതുക. ടേബിൾ വരയ്ക്കേണ്ടതാണ്, നിങ്ങൾ ടേബിൾ വരയ്ക്കണം. ഞാനിവിടെ പെട്ടെന്ന് എഴുതുന്നത് കൊണ്ട് ഇപ്പോൾ ടേബിൾ വരയ്ക്കുന്നില്ല. ഓക്കെ, ഈ <10 എന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. അത് എന്താക്കുക, 0 to 10 ആക്കുക. പിന്നെ എന്ത് ചെയ്യുക, 10 to 20 ആക്കുക. പിന്നെ 20 to 30 ആക്കുക. 30 to 40 ആക്കുക. 40 to 50 ആക്കുക. ഇതിൻ്റെ ഫ്രീക്വൻസീസ് ഇവിടെ എഴുതി വെക്കുക. 10, 12, 14, 16. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എഴുതുക. 5 ഇവിടെ എഴുതുക. 5-നൂടെ 10 ആഡ് ചെയ്താൽ 15. പിന്നെ എന്താണ് 27, പിന്നെ 41 അല്ലേ, 41. പിന്നെ വരുന്നത് 57. ഓക്കെ, 15, 27, 27 plus 10, 37, 37 plus 4, 41, 41 plus 10, 51, 51 plus 6 എന്താണ് 57. സോ അവർ n will be equal to 57. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ മീഡിയൻ ഹിയർ. അപ്പോൾ ഞാനിവിടെ സൈഡിൽ എഴുതുകയാണ്, നിങ്ങൾ താഴെ ആയിട്ട് എഴുതട്ടോ, വൃത്തിയില്ലാണ്ട് എഴുതരുത്. ഞാനിവിടെ ടേബിൾ വരെയൊക്കെ വരച്ചിട്ടില്ല, അത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഓക്കെ, എന്നിട്ട് സൈഡിൽ എന്താണ് ഇവിടെ മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് n divided by 2 item. Okay, so what is n here? N is 57. 57 divided by 2, which will be around 28.5, I think. 57 divided by 2 equal to 28.5. 28.5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് 57 divided by 2 item, okay, equal to size of 28.5th item. അപ്പോൾ ഇവിടെ ഏതാണത് വരുന്നത്, ഏതാ 28 അടുത്തുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 27 തന്നെയല്ലേ. അപ്പോൾ എന്താണ് ഇവിടെയാണ് ഏകദേശം മീഡിയൻ വരുന്നത്. അപ്പോൾ ഇതിന് താഴെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന നേരത്ത് അധികം പെൻസിലുകൊണ്ട് വരച്ച് വെക്കണം, എനിക്ക് ഏറ്റവും ബെറ്റർ ആകും കേട്ടോ. ഒരു പെൻസിലൊക്കെ നിർബന്ധമായിട്ടും BNMൻ്റെ എക്സാമിനേഷന് പോകുന്ന നേരത്ത് കൊണ്ടുപോവുക. അതിപ്പോഴേ നിങ്ങൾ ശീലിക്കുക. ഓക്കെ, അപ്പോൾ അത് എഴുതി വെക്കുക. അപ്പോൾ നമ്മളിത് വരച്ച് വെച്ചു. നമുക്കിനി എന്തൊക്കെ കാണണം, വി ഹാവ് ടു ഫൈൻഡ് L. ഓക്കെ, L എത്ര ഇവിടെ വരുന്നത്, L is 20 അല്ലേ. L എത്രയാണ്, 20 ആണ്. ഈ ക്ലാസ് ഇൻ്റർവെല്ലിലെ ചെറുത് തന്നെയാണ് L എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് n/2 വിച്ച് ഈസ് 28.5. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ. ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്, ജസ്റ്റ് എബവ് 15. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഈസ് 12. ദെൻ വി ഹാവ് ടു ഫൈൻഡ് I ഈസ് എന്താണ്, ഇത് നമ്മളുടെ ഡിഫറൻസ് എത്രയാണ് 10. ഇത് വെച്ച് നമ്മൾ ആ ഇക്വേഷൻ ചെയ്യുക. എന്ത് ഇക്വേഷനാണ്, മീഡിയൻ കാണേണ്ട ഇക്വേഷൻ. നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണേണ്ട ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ. സോ
മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n by 2 minus CF divided by F into I equal to 20 plus 28.5 minus 15 divided by 15 divided by 12 into 10. അപ്പോൾ ഇത് ആദ്യം എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിപ്പോൾ എത്ര വരും? 28.5 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു എത്രയാണ്? 1.9 വരും. 28.5 മൈനസ് 15 ആണ്, ഈക്വൽ ടു 13.5 വരും. എത്ര വരിക എന്ന് വെച്ചാൽ 13.5 വരും. ഈ 13.5നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 1.25 വരും. ഈ 1.25നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 11.25 വരും. അപ്പോൾ 20 പ്ലസ് 11.25 ഈക്വൽ ടു 21.25. അതാണ് നമ്മളെന്ത് ഈ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് 20. അപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പം കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാം. പക്ഷേ ഊന്നൽ കൊടുക്കേണ്ടത് നമ്മളതിൻ്റെ ഇക്വേഷനിലും പിന്നെ അതിൻ്റെ കോൺസെപ്റ്റിലുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ എന്താണ് ഓപ്പൺ, അതായത് എന്താണ് ഇങ്ങനെ ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ മോർ ദാൻ എന്ന് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ 30, മോർ ദാൻ 40, മോർ ദാൻ 50 എന്ന് പറയുമ്പോൾ എന്താണ് 30 to 40, 40 to 50, 50 to 60 എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇത് എന്നിട്ട് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക ഫ്രീക്വൻസി ആയിട്ട്. ഇതിങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മീഡിയൻ കാണുക. ഇവിടെ മീഡിയൻ കാണുന്നത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, അത് നമ്മൾ കാണേണ്ടി വരും. പക്ഷെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഇങ്ങനെ എന്താണ് ഇതൊക്കെ മോർ ദാനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. മോർ ദാൻ 0, മോർ ദാൻ 1000, മോർ ദാൻ 2000, മോർ ദാൻ 3000 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കാണുന്ന നേരത്ത് നമ്മൾ എന്താണ് ഇങ്ങനെ എഴുതി ഇതിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മീഡിയൻ കാണുക. ഓക്കെ, ഇത് നോക്കി വെക്കുക നിങ്ങൾ. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതാണ് അതിൻ്റെ ഇങ്ങനെ വെച്ചതിന് ശേഷം സൊല്യൂഷനാണ് കാണേണ്ടത്. ഓക്കെ.